മക്കയിലും മദീനയിലും പോയിട്ട് മഖബറ പൊളിച്ച കമ്പനിയല്ലേ ഇവർ? കൊള്ള ചെയ്ത കമ്പനിയല്ലേ ഇവർ? നാട് കാണി ഇവർക്കൊരു വിഷയ. ഞാൻ വായിച്ചു കേൾപ്പിക്കുക, കേട്ടോളി. ഇതെന്താ സാധനം? ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും ഈ മൊയ്ത് മൗലവി എഴുതിയതാണ്. അയാൾ മുജാഹിദാണ്, സുന്നിയല്ല. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയത് CH മുഹമ്മദ് കോയ സാഹിബാണ്. ഈ പുസ്തകത്തിൽ അയാൾ എഴുതുന്നത് കണ്ടോ? ഈ മൊയ്ത് മൗലവി ഷെയ്ഖിന്റെ വഫാത്ത് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ വഫാത്ത്, നിര്യാണം. ഏതാണ്ട് 90 വയസ്സ് പ്രായമെത്തിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഹിജ്റ 1206 ക്രിസ്താബ്ദം 1792 ഇഹലോകവാസം വെടിഞ്ഞു. ഇയാൾ ചെയ്ത പണി എന്താ? ഇയാൾ ജനിച്ചത് നജിദിലാണ്. നജിദിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിന അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സാമിന എന്നൊക്കെ ദുആർന്നപ്പോ, സാമിനും യമനൊക്കെ ദുആർന്നപ്പോ സഹാബത്തിൽ ചിലർ പറഞ്ഞു, ഫീ നജിദിന യാ റസൂലുള്ളാഹ്, നജിദിന് വേണ്ടി ബർക്കത്തിന് ദുആർന്ന് തരണം നബിയെ. 3 പ്രാവശ്യം പറഞ്ഞിട്ട് ദുആർന്ന് കൊടുത്തില്ല. അവിടെ നിന്നാണ് കുലുക്കം, അവിടെയാണ് ശൈത്താന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുക എന്ന് പറയും. അപ്പറഞ്ഞ നജിദിൽ ജനിച്ച ആളാണ് ഇബ്നു അബ്ദുൽ വഹാബ് എന്നാ പറഞ്ഞത്. അയാൾ അനുയായികളാണ് സർവ്വ മുജാഹിദീങ്ങൾ. അല്ലാഹുവിന്റെ റസൂല് ബർക്കത്തിന് ദുആർക്കൂല, ശൈത്താന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്ത് ജനിച്ചു. ആ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആൾക്കാർ എന്ത് ചെയ്തു? നജിദികൾ എന്ത് ചെയ്തു? പറയട്ടെ, മൊയ്ത് മൗലവി പറയട്ടെ. ഹിജാസിലെ ആറിത്തണുത്ത പഴയകാലം വീണ്ടും ചൂടുപിടിച്ചു. അതിനൊരു പ്രത്യേക കാരണമുണ്ടായി. നജിദികളുടെ തീഷ്ണതയുള്ള വാദഗതിയോട് ഹറമിലെ ഉലമാക്കൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. ഹറമിലെ ഉലമാക്കള് നജിദികളുടെ അഭിപ്രായത്തോട് യോജിച്ചില്ല. ബുഖാരിയിൽ നമ്മൾ നേരത്തെ എന്താ പഠിച്ചത്? ബുഖാരിയിൽ ഒരു അധ്യായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ പറയുന്ന അധ്യായം, വഹല്ല അല ഇത്തിഫാഖി അഹ്ലുൽ ഇൽം, വിവരമുള്ളവർ ഒരു വിഷയത്തിൽ യോജിച്ചാൽ ആ യോജിച്ച വിഷയത്തെ സ്വീകരിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ചതിൽ പറയുന്ന അധ്യായം. വമജ്തമ അലൈഹിൽ ഹറമാനി, മക്കയിലെ ഹറമും മദീനയിലെ ഹറമും ഒരു കാര്യത്തിൽ യോജിച്ചാൽ ആ യോജിച്ചത് അംഗീകരിക്കണം എന്നത് പഠിപ്പിക്കുന്ന അധ്യായം. എനിക്ക് കേട്ടോളി. അവർ വീണ്ടും ഷെരീഫിനെ സമീപിച്ചു. ഷെരീഫ് അന്നത്തെ ഭരണാധികാരിയാണ്. ഷെരീഫ് ഒരിക്കൽ കൂടി നജിദികൾക്ക് ഹിജാസിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു. നജിദികൾ പഴയപടി സാമ്പത്തിക ഉപരോധത്തിന് തുനിഞ്ഞു. ഇറാഖ്, ഇറാൻ വ്യാപാര സംഘങ്ങളെ അലോസരപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ പിന്നെ വ്യാപാരത്തിന് പോകുന്ന ആളുകളെ കൊള്ള ചെയ്യാൻ തുടങ്ങി വരും. എന്നിട്ട് പിന്നെന്താ ചെയ്തത്? മുജാഹിദീങ്ങൾ ചെയ്ത പണിയെ പറയുന്നത്. എന്നാൽ ഇത്തവണ ഈ തീപ്പൊരികൾ മധ്യ ഇറാഖിലും ഇറാനിലും എത്തി. ഹിജ്റ 1216 ക്രിസ്താബ്ദം 1802 കർബല, മുഅല്ല, നജ് അസ്റഫ്, ബലദുൽ ഹുസൈൻ തുടങ്ങിയ രാജ്യങ്ങളെ നജിദുകാർ ആക്രമിച്ചു. അവിടങ്ങളിലെ ധനങ്ങളും ഖജാനകളും രത്നങ്ങളുമെല്ലാം പിടിച്ചെടുത്തു. അവ പട്ടാളക്കാരുടെ ഇടയിൽ വിതരണം ചെയ്തു. ഖബറുകളുടെ മേൽ പടുത്തുയർത്തിയിരുന്ന എടുപ്പുകൾ പൊളിച്ചു നീക്കി. ഖബറുകളുടെ മേൽ എടുത്ത എടുപ്പുകൾ പൊളിച്ചു നീക്കി. അവിടുന്ന് ആളുകളെ സംഖ്യകൾ മുഴുവനും കവർച്ച ചെയ്ത് ഖജനാവുകളും രത്നങ്ങളും കയ്യിലാക്കി കവർച്ച ചെയ്തിട്ട് വിതരണം ചെയ്തു. ആര്? മുജാഹിദുകളുടെ നേതാക്കന്മാര്. തീർന്നില്ല, ഇനിയും കേട്ടോ. ഹിജ്റ 1318 മുഹറം 8 1803 ഏപ്രിൽ 3 ഇബ്നു അബ്ദുൽ അസീസ് വിജയബേരി മുഴക്കിക്കൊണ്ട് പരിശുദ്ധ മക്കയിൽ പ്രവേശിച്ചു. പരിപാവനമായ കഅബയിൽ ഉണ്ടായിരുന്ന വിലപിടിച്ച സാധനങ്ങളും രത്നങ്ങളും നാണ്യങ്ങളും അടക്കം ചെയ്ത ഭണ്ഡാരം അധീനപ്പെടുത്തി. അവ പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുത്തു. ഖബറുകളുടെ മേൽ തുർക്കികളും മറ്റും നിർമ്മിച്ചിരുന്ന ഗോപുരങ്ങളും കുബ്ബകളും പൊളിച്ചു നീക്കി. ഇബ്നു അബ്ദുൽ വഹാബിന്റെ മുജാഹിദിന്റെ ആളുകൾ മക്കയിൽ കടന്നിട്ട്, ഈ മൊയ്ത് മൗലവി കോൺഗ്രസിന്റെ നേതാവാണ്, മുജാഹിദിന്റെ നേതാവാണ്, അദ്ദേഹം എഴുതുകയാണ്, ഖബറുകളുടെ മേലുള്ള കുബ്ബകൾ പൊളിച്ചു നീക്കി, കഅബത്തിലുള്ള രത്നങ്ങൾ കവർച്ച ചെയ്തു. അവരെ നേതാക്കന്മാർ എടുത്ത പണി പറയാണ്. അങ്ങനെ എന്നിട്ട് അവസാനം പറയാണ്, പിറ്റേ കൊല്ലം മദീന മുനവ്വറയും കൈവശപ്പെടുത്തി. അവിടെയും മക്കയിൽ ചെയ്ത പോലുള്ള പ്രവർത്തികൾ ചെയ്തു. ഖബറുകളിലെ കുബ്ബ പൊളിച്ചത് വലിയ എതിർപ്പിനു കാരണമായി. ഇങ്ങനെ മക്കയിലും മദീനയിലും പോയി മഹാന്മാരെ ഖബറ് പൊളിക്കുകയും രത്നങ്ങളും പണങ്ങളും അതാ കവർച്ച ചെയ്യുകയുമാണ് മുജാഹിദിന്റെ നേതാക്കന്മാര് ചെയ്തിട്ടുള്ളത് എന്ന് മുജാഹിദ് നേതാക്കൾ തന്നെ എഴുതി വച്ചിരിക്കുകയാണ്.
ഇനി സഹോദരന്മാരെ, അവരൊരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട് ഈ പണിക്ക് വേണ്ടി. അത് മുജാഹിദിന്റെ പത്രമായ അൽ ഇത്തിഹാദ് എന്ന ഈ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഹുസൈൻ സലഫിയുടെ നാട്ടിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചത് ഞാൻ ഇനി CD-യിൽ കയറ്റിക്കോളാം. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. ഇത് സാമ്പിളിന് ഇത് മതിയല്ലോ. ഞാൻ വായിച്ച് കേൾപ്പിച്ചേരാ കേട്ടോളി. 1801 ഏപ്രിൽ 30 10,000 വരുന്ന ഒരു വമ്പിച്ച വഹാബി സൈന്യം കർബല പട്ടണം വളഞ്ഞു. പട്ടണവാസികളിൽ ഒരു ഭാഗത്തെ അവർ കൊന്നുകളഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം കൊള്ളയടിച്ചു. അവിടേക്ക് അനർബികളായ സന്ദർശകന്മാര് വഴിപാട് കൊടുത്തിരുന്ന എല്ലാ വിലപിടിച്ച രത്നങ്ങളും മറ്റും അവർ ശേഖരിച്ചു. ഇതൊന്നും അവരുടെ ഹൃദയത്തിന് അസഹ്യമായി തോന്നിയില്ല. എത്രയോ ആളുകളെ കൊല്ലുന്നതിനും മഖാം കൊള്ളയടിക്കുന്നതിനും അവിടെ അനറബികളായ പുറത്തുനിന്ന് വന്ന ആളുകളെ കൊന്നുകളയുന്നതിനും അവരുടെ രത്നങ്ങൾ പിടിച്ചെടുക്കുന്നതിനും ഒരു വിഷമവും ഒരസഹ്യമായി അവർക്ക് തോന്നിയില്ല. എന്തുകൊണ്ടെന്നാൽ ഖബറിന് വഴിപാട് കൊടുക്കുന്ന അവരുടെ നേരെ അവർക്കുണ്ടായിരുന്ന വീക്ഷണഗതി കാഫിറുകളുടെ നേർക്കുണ്ടായിരുന്ന അതേ വീക്ഷണഗതി തന്നെയായിരുന്നു. ഓ സലഫി, പറയണം നിങ്ങൾ, KC അബൂബക്കർ മൗലവി നിങ്ങളെ നേതാവല്ലേ? അല്ലേ? അല്ലേ? അൽ ഇത്തിഹാദ് നിങ്ങളെ നേതാക്കൾ EK മൗലവി പുറത്തിറക്കിയ പത്രമല്ലേ? അതിൽ നിന്നാ ഞാൻ വായിക്കുന്നത്. അതേ, ഖബറിന് നേർച്ച ചെയ്യുന്നവരോട് കാഫിറുകളോടുള്ള വീക്ഷണഗതി തന്നെയായിരുന്നുവെന്നും അതേ ഖബറിന് നേർച്ച ചെയ്തവരെ കൊന്നുകളയുകയാണ് ചെയ്തതെന്നും അതുപോലെ മഖാം കൊള്ളയടിക്കുകയാണ് കർബലയിൽ നിങ്ങൾ ചെയ്തതെന്നും നിങ്ങളെ പത്രത്തിൽ നിങ്ങളെ നേതാവ് എഴുതിയിട്ടില്ലേ? ഇനിയും എത്രയോ വായിക്കാനുണ്ട്. ഞാൻ വിശദമായി പറയാൻ സമയം പോരാ. ഞാൻ ഒന്നുകൂടി വായിച്ചു കേൾപ്പിക്കട്ടെ, കേട്ടോളൂ. എന്നാൽ വഹാബികൾ ഈ അവസരം അസലായി ഉപയോഗിച്ചു. അവർ വേഗം ഹിജാസിലേക്ക് കുതിക്കുകയും ഹറമൈനിയിൽ പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന ഔലിയാക്കളുടെ ഖബറുകളും മറ്റും പൊളിച്ച് അവിടെ ഉണ്ടായിരുന്ന രത്നങ്ങളും മറ്റും കൊള്ളയടിച്ച് പരസ്യമായി മാർക്കറ്റിൽ ലേലം ചെയ്തു വിറ്റു. ഇത് നിങ്ങളെ നേതാവ് KC അബൂബക്കർ മൗലവി എഴുതിയിട്ടില്ലേ? ഈ മൊയ്ത മൗലവി മാത്രമല്ല, ഇനിയും കേട്ടോളൂ. വെള്ളിക്കിനാദികളും വെള്ളിപ്പാത്രങ്ങളും വെള്ളി വിളക്കുകളും അവർ ഉരുക്കി വിറ്റ് അതിന്റെ വില പരിശുദ്ധ നാടിന്റെ സംരക്ഷകന്മാർക്ക് വിധിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ സംഭവം ഹിജ്റ 1220 ക്രിസ്താബ്ദം 1805 നടന്നത്. ഇനിയും കേട്ടോളൂ. അലി റളിയല്ലാഹുവിന്റെ ഖബർ ആക്രമണം. പിന്നീട് വഹാബികൾ ഇറാഖിൽ അലി റളിയല്ലാഹുവിന്റെ യാറത്തിലേക്കാണ് തിരിച്ചത്. എന്നിട്ട് അതിനാക്രമിച്ച സംഭവവും പറഞ്ഞിട്ട് പിന്നെയും കാണാം എത്രയാണ്. അടുത്ത കൊല്ലം വഹാബികൾ ഫുറാത്ത് നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ആന ആക്രമിക്കുകയും എന്നിട്ട് ദിമസ്കിലേക്ക് മുന്നേറുകയും ചെയ്തു. അന്ന് അവിടുത്തെ അമീറായ യൂസുഫ് പാഷയെ അവിചാരിതമായി പിടികൂടിയതുകൊണ്ട് അദ്ദേഹം അവരോട് സൗഹാർദ്ദം കാണിക്കുവാൻ നിർബന്ധിതനായി. അദ്ദേഹവും പട്ടണവാസികളും വഹാബി പ്രബോധനം സ്വീകരിച്ചു കൊള്ളാമെന്ന് വാഗ്ദത്തം ചെയ്തു. കൂടാതെ അവിടുന്ന് ഹജ്ജിന് വരുന്ന കാഫിലയെ ദ്രോഹിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവർക്ക് കുറെ സംഖ്യയും കൊടുത്തു. വഹാബികൾ കൈക്കൂലി വാങ്ങിയത് എന്തിനാണ്? ഹജ്ജിന് വരുന്നവരെ ആക്രമിക്കാതിരിക്കാൻ. എന്നാ കേട്ടോളൂ, എന്നിട്ട് ഇവർ ചെയ്ത അക്രമം എന്താണ്? എന്നാൽ വഹാബികൾ ആ സംഖ്യ വാങ്ങുകയും കുറെ ദൂരം കാഫിലയുടെ കാവൽക്കാരായി പോവുകയും ചെയ്തുവെങ്കിലും വഴിമധ്യേ വെച്ച് ഹജ്ജാജികളുമായി വഴക്കുണ്ടാക്കിയത് നിമിത്തം കാഫിലയുടെ സാമാനം അവർ പിടിച്ചെടുത്തു. അതെ, ഇത് മുജാഹിദിന്റെ നേതാക്കന്മാര് അവരെ പത്രത്തിൽ എഴുതിയതാ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അങ്ങനെ എത്രയോ ആളുകളെ കൊന്നു. അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ കുബ്ബയെ പൊളിച്ചു. അതുപോലെ മഹാന്മാരുടെ പലരുടെയും കുബ്ബകൾ ഇവര് പൊളിച്ചു കളഞ്ഞു. അങ്ങനെ ഏറ്റവും പുണ്യമുള്ള സ്ഥലമായ കഅബയിൽ നിന്ന് കവർച്ച നടത്തിയൊരു കൂട്ടര്, മക്കയിൽ നിന്നും മദീനയിൽ നിന്നും കവർച്ച നടത്തിയൊരു കൂട്ടര് ഇവരല്ലാതെ വേറെയുണ്ടോ മുസ്ലിമീങ്ങളെ? ഇതിനെക്കുറിച്ച് ഞാൻ നാദാപുരത്ത് വരുന്ന സലഫിയോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഭരണം കിട്ടിയപ്പോ ഞങ്ങളെ നേതാക്കന്മാര് ഇസ്ലാമിനെതിരായ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത അത്തരം സംഗതികളെ അധികാരം കിട്ടിയപ്പോൾ അവർ ചെയ്തിട്ടുണ്ട്. അതിൽ സംശയം ഒന്നും വേണ്ടതില്ല, ആരും നിഷേധിക്കുന്നില്ല. എന്റെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം,
ഒരിക്കൽ അയാൾ പറഞ്ഞു നോക്കി, ഞാൻ ഇബ്നു അബ്ദുൽ വഹാബ് ഞങ്ങളുമായിട്ട് ബന്ധമില്ല. അപ്പൊ ഞാൻ പുസ്തകം എടുത്ത് വായിച്ചു കൊടുത്ത്, അവരുടെ ഏറ്റവും വലിയ നേതാവ് ഇബ്നു അബ്ദുൽ വഹാബാണെന്ന് അവരുടെ പുസ്തകത്തിലുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രോത്തരം ആമുഖം എന്ന പുസ്തകത്തിലുണ്ട്. അത് മുജാഹിദ് സെന്റർ എന്ന് പ്രസിദ്ധീകരിച്ച ബുക്കാണ്. അതിൽ പറഞ്ഞ് ഞങ്ങളെ പ്രഭാവ കേന്ദ്രമെന്നാണ്. ഇപ്പൊ തോന്നുന്നത് ഇയാൾ അനുയായിയാണ് എന്ന് പറഞ്ഞാല് അത് വളരെ മോശം തന്നെയാണ്. കഅബത്തുനിന്ന് കവർ ചെയ്യുന്ന കക്ഷികളാണെന്ന് തന്നെ മോശമല്ലേ? റൗള ശരീഫിന്ന് കവർ ചെയ്യുന്ന ആളാണെന്ന് തന്നെ മോശമല്ലേ? പക്ഷെ ഈ മോശം നമ്മളാരും എഴുതിയല്ലോ, അവരെ പുസ്തകത്തിൽ അവരും എഴുതിയല്ലേ. നമ്മൾ അവരുടെ എതിരാളികൾ എഴുതിയതല്ല ഉദ്ധരിക്കുന്നത്, അവരും എഴുതിയല്ലോ ഉദ്ധരിച്ചത്. അതൊന്ന് വെച്ചെടുത്തവനെ. പക്ഷേ മുജാഹിദുകൾ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ അനുയായികളല്ല. പക്ഷേ മുജാഹിദുകൾ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ അനുയായികളല്ല. അപ്പോ മുജാഹിദുകൾ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അനുയായികളല്ല എന്നപ്പം പറയും. നാം മുജാഹിദ് സെന്ററിന് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞത് എന്താണ്? ഈ പുസ്തകത്തിൽ പറഞ്ഞത് മുസ്ലിം ലോകത്താകമാനം ഇന്ന് വിശ്വാസ, വിജ്ഞാന, സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ അലയടിക്കുന്ന പുതിയ ചൈതന്യത്തിന്റെ ഉത്ഭവ കേന്ദ്രം ഈ പരിഷ്കർത്താവത്രേ. വഹാബി പ്രസ്ഥാനമെന്ന് എതിരാളികളും മുവഹിദുകൾ എന്ന് അനുകൂലികളും വിളിക്കുന്ന ചിന്താധാര ഏതോ അതിന്റെ പ്രഭ